നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള സംഘർഷത്തിന്റെ തമ്മിൽ തല്ലിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടാത്ത ദിവസങ്ങളില്ല. നോക്കൂ, ഇന്നലെയുമൊക്കെയായി വന്ന വാർത്തകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. താമരശ്ശേരിയിൽ ഇങ്ങനെ ഒരു സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ കോമാ സ്റ്റേജിലാണ് എന്ന വിവരം ഇന്ന് പുറത്തു വന്നിരുന്നു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. ട്യൂഷൻ സെന്ററിലെ തർക്കം, ഒരു ആഘോഷ പരിപാടിക്കിടെ ഉണ്ടായ തർക്കം, അതാണ് വലിയ സംഘർഷത്തിലേക്കും ഇങ്ങനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന നിലയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ട്യൂഷൻ സെന്ററിലുണ്ടായ ചെറിയ പ്രശ്നം അത് വാക്കേറ്റത്തിലും പിന്നാലെ കയ്യാങ്കളിയിലും എത്തി. വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടിയാലോചന നടത്തിയതിനൊടുവിലാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞേറ്റുമുട്ടിയത്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് പരിപാടിയിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഡാൻസിനിടെ മൊബൈൽ ഫോൺ ഓഫായി. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂകി വിളിച്ചതാണ് സംഭവത്തിന് തുടക്കം. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കേറ്റം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചു. എന്നാൽ പിന്നീട് MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾക്ക് തിരിച്ചടി നൽകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. പെട്ടെന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അടി കൂടുന്നത് കണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങിങ്ങാൻ പിടിച്ചു മാറ്റി. അവിടുന്ന് കുറച്ച് അടി കൂടി, പിന്നെ ഇങ്ങനെ അടികൂടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് അവിടുന്ന് അടി കൂടി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്ക് മാറുന്ന വീണ്ടും അടി തന്നെയായിരുന്നു. ഏറ്റുമുട്ടലിൽ MJ സ്കൂളിലെ വിദ്യാർത്ഥിയും താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് ഇഖ്ബാലിന്റെ മകനുമായ മുഹമ്മദ് ഷഹബാസിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മകനെ മർദ്ദിച്ചതിൽ കൊട്ടേഷൻ സംഘവുമുണ്ടെന്ന് സംശയിക്കുന്നതായി പിതാവ്. അത് അവനവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയതാ താമരശ്ശേരിക്ക്. പിന്നെ തിരിച്ച് വേറൊരു ഫ്രണ്ട്സാണ് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നത്. ഗൂഢാലോചനപരമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള കണ്ടെടുത്ത കടകൾ അവിടുന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തലച്ചോറിന് 70% ക്ഷതമേറ്റ കുട്ടി കോമയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ തുടരുന്നത്. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേവലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലാണ് 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ഈ ഏറ്റുമുട്ടൽ. ഇവരുടെ കൈവശം ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ കൗമാര കേരളത്തിന് ഇത് എന്ത് പറ്റിയെന്ന ചോദ്യം സ്വാഭാവികമായും വരും. കോട്ടയത്തെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയും തിരുവനന്തപുരത്തെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയും ഒക്കെ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നത്. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ കുട്ടികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. ചില പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കാണാം. ഇനി ഇങ്ങനെ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന മക്കളാണല്ലോ, മുമ്പോട്ട് ഭാവിയുള്ള ആളുകളല്ലേ മക്കൾ എന്നറിയുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയും എല്ലാണ്ടിയുള്ള അടിമയത്തിൻ്റെ പെട്ട മക്കൾ എല്ലാവരും കുടുങ്ങുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ മക്കൾ കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ, സ്വന്തം ഉമ്മനെയും അച്ഛനെയും അമ്മനെയും ഒക്കെ വീട്ടിൽ കൊല്ലുന്നൊരു കാലഘട്ടം. അപ്പോൾ ഒക്കെ ഇതിൻ്റെ കാരണം മയക്കുമരുന്നാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിനെതിരെ നല്ലൊരു സമൂഹം വളർന്നു വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു തൻ്റെ ഇവിടെ ഉണ്ടാവണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇപ്പം ഇന്നലെ കുറച്ച് ദിവസങ്ങളെ മാസങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ന്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിലുള്ള അതിഭയങ്കരമായ അതിക്രമങ്ങളാണ്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് പേഴ്സണലി ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലഹരിക്ക് കൊണ്ടാണെന്നാണ് എല്ലാ വാർത്തകളും ഒക്കെ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും ഉന്മൂലനം ചെയ്യണം എന്ന വാദിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്.